ഡിജിറ്റൽ ഇന്ത്യ UPI വിജയകരം. സ്കിൽ ഇന്ത്യ വിജയകരം. ചാർധാം പദ്ധതി വിജയകരം. സ്വച്ഛ് ഭാരത് അഭിയാൻ വിജയകരം. VIP സംസ്കാരം ലാൽ ബട്ടി നിർത്തലാക്കി. ഇന്ത്യയിൽ വിശിഷ്ടാതിഥികളുടെ വാഹനങ്ങളിൽ ലാൽ ബട്ടി അഥവാ ചുവന്ന ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിർത്തലാക്കിയിട്ടുണ്ട്. ഭാരത് മാല പദ്ധതി വിജയകരം. സാഗർമാല പദ്ധതി വിജയകരം. സോജില ടണലിന്റെ നിർമ്മാണം വിജയകരമായി പുരോഗമിക്കുന്നു. 2030 പദ്ധതി പൂർത്തീകരിക്കും. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് അഥവാ അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിർമ്മിച്ചു. സുദർശൻ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ പാലം നിർമ്മിച്ചു. നോട്ട് നിരോധനം വിജയകരം. വൺ റാങ്ക് വൺ പെൻഷൻ നടപ്പിലാക്കി. ഗസ്റ്റ് ഫൈറ്റർ ജെറ്റുകൾ എന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ 36 ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി വാങ്ങി. 2025 വേൾഡ് ഡയറക്ടറി ഓഫ് മോഡേൺ മിലിറ്ററി എയർക്രാഫ്റ്റ് റാങ്കിംഗ് അനുസരിച്ച് ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ വ്യോമസേനയാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതി വിജയകരമായി തുടരുന്നു. ഗ്രാമ വ്യവസായ വിൽപ്പന 4 മടങ്ങ് വർദ്ധിച്ചു. ഖാദി ഗ്രാമ വ്യവസായങ്ങൾ ചരിത്രപരമായ വളർച്ച കൈവരിച്ചു. 2024-25 വിൽപ്പന 1.70 ലക്ഷം കോടി കടന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഈ മേഖലയുടെ ഉൽപാദനത്തിൽ 347% വർധനവുണ്ടായിട്ടുണ്ട്. രാജ്യത്ത് 2014-15 760 സർവകലാശാലകളുടെ എണ്ണം 2025 ജൂണിൽ 1338 വർദ്ധിച്ചു. 2014 മുതൽ മോദി സർക്കാർ ഇന്ത്യയിലുടനീളം ഏകദേശം 390 പുതിയ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് മേൽനോട്ടം വഹിച്ചു. 2025 തുടക്കത്തിൽ രാജ്യത്തെ മൊത്തം സർവകലാശാലകളുടെ എണ്ണം 1200-ലധികമായി. ISRO ബജറ്റ് 13,400 കോടി. കഴിഞ്ഞ 10 വർഷത്തിൽ ISROയുടെ ബജറ്റ് ഏകദേശം 3 ഇരട്ടിയായി വർദ്ധിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 5,600 കോടിയിൽ നിന്ന് 13,400 കോടിയിലധികമായി വർദ്ധിച്ചു. ഉഡാൻ പദ്ധതി വിജയകരം. 2014 മുതൽ ഇന്ത്യ അതിന്റെ പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങളുടെ എണ്ണം ഇരട്ടിയിലധികമാക്കി. 145 വിമാനത്താവളങ്ങൾ, 2 ജലവിമാനത്താവളങ്ങൾ, 13 ഹെലിപോർട്ടുകൾ എന്നിവയുൾപ്പെടെ 160-ലധികം പ്രവർത്തനക്ഷമമായ വിമാനത്താവളങ്ങൾ തുറന്നു. ഏകദേശം 6 ലക്ഷം കോടി രൂപ ചെലവിൽ 10,000 കിലോമീറ്റർ നീളമുള്ള 25 പുതിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേകൾ കൂടി രാജ്യത്ത് അതിവേഗം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. നോക്കൂ, ഈ നിശബ്ദ വിപ്ലവം കൂടി പൂർത്തിയാകുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇന്ത്യയെ മറ്റേതൊരു ലോകരാജ്യത്തോടും കിടപിടിക്കുന്ന ശക്തിയായി മാറ്റും. ഇന്ത്യ ഇന്ന് അതിവേഗം വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ മാത്രമല്ല, കാലാവസ്ഥാ പ്രവർത്തനം, ഡിജിറ്റൽ നവീകരണം തുടങ്ങിയ അടിയന്തര വിഷയങ്ങളിൽ ഒരു പ്രധാന ആഗോള ശബ്ദവുമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് BJP സർക്കാർ രാജ്യത്ത് ഇത്രയും മാറ്റം കൊണ്ടുവന്നത് എന്നത് ഓർക്കണം നിങ്ങൾ. റോഡ്, റെയിൽവേ, നദി, പാർപ്പിടം തുടങ്ങിയ വിവിധ മേഖലയിൽ ഈ ഒരു കാലയളവിലുണ്ടായ മാറ്റം ചെണ്ട കൊട്ടി അറിയിച്ചില്ലെങ്കിലും നടന്നിട്ടുള്ളതാണ്. അത് അംഗീകരിക്കാനുള്ള മനസ്സെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ കാണിക്കണം പലരും. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതത്തിൽ പ്രതിമ നിർമ്മാണവും ക്ഷേത്ര നിർമ്മാണവും മാത്രമല്ല നടന്നത്, മറ്റു പലതും നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ രാഷ്ട്രീയത ബാധിച്ച ചിലരുടെ കണ്ണുകളിൽ അത് പെടുന്നില്ല എന്ന് മാത്രം. കാണേണ്ടവർ എല്ലാം കാണുന്നുണ്ട്. ഒന്നും കാണാത്തവർക്ക് ഒന്നും കാണാനും കഴിയില്ല. കാരണം നമ്മൾ ഭൂലോക പ്രബുദ്ധരല്ലേ.